അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. 2 ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ വന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കണ്ണൂർ കൂത്തുപറമ്പിൽ അജ്മൽ ഖാൻ എന്ന ഒരു ദർസി വിദ്യാർത്ഥിക്കേറെ ആ ദർസിലെ ഉസ്താദ് അതിക്രൂരമായ പീഡനങ്ങൾ, ഒരിക്കൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പീഡനങ്ങളാണ് തിരുവനന്തപുരം സ്വദേശിയായ വിഴിഞ്ഞം സ്വദേശിയായ അജ്മൽ ഖാൻ എന്ന ഒരു മുത്തഅല്ലിമിനെ ഉസ്താദിന്റെ പീഡനത്തിൽ നിന്ന് കിട്ടിയതത്രേ. വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് ആയിരുന്നാലും ഉസ്താദിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് അറസ്റ്റിലായിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഈ വിദ്യാർത്ഥി തന്നെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ വർഷം മെയ് മാസം അത് കൂത്തുപറമ്പിലെത്തിയത്. പിന്നെ അത്യാവശ്യം ആദ്യത്തെ കുറച്ച് ദിവസം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്നു. മെയിനായിട്ട് കാരണം ദർസ് വെച്ച് കുറ്റം പറഞ്ഞതാണ് മെയിൻ വിഷയം. എന്ത് കുറ്റമാണ് പറഞ്ഞത് നിങ്ങൾ? അതായത് ഉസ്താദ് ഭയങ്കര അടിയാണ് എന്ന ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പുറത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു. അത് കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ ആരോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം ഉസ്താദ് കമ്പെടുത്ത് വെച്ചാൽ, നീ എൻ്റെ ദർസ് വെച്ച് കുറ്റം പറയില്ലേ, നീ എന്തിനാ, നിനക്ക് ഞാൻ ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അപ്പോൾ നീ ദർസ് കുറ്റം ദർസ് വെച്ച് കുറ്റം പറയാനായി ഇങ്ങനെ ആളെല്ല പറഞ്ഞ് അടി തുടങ്ങി. അങ്ങനെ അടിച്ചെല്ലാം ചോറെല്ലാം വന്ന് അവസാന സമയം ഒരു വെള്ളിയാഴ്ച രാത്രി ഉസ്താദ് നിർത്തിയില്ല. ഇനി ആരോടെല്ലാം ദർസ് കുറ്റം പറഞ്ഞു, ഇനി ആരോടെല്ലാം പറഞ്ഞ് പിന്നെ അന്നേരമായിട്ട് വീണ്ടും കുറേ മർദ്ദനം ഉണ്ടായി സംഭവിച്ചു. ഇത്തരത്തിൽ ഈ ക്രൂരമായിട്ട് മർദ്ദനം ഏറ്റപ്പോൾ വീട്ടിലൊന്നും വിളിക്കാൻ ശ്രമിച്ചില്ലേ? വീട്ടിൽ ശ്രമിക്കാൻ ഫോൺ ചിലപ്പോൾ തരത്തില്ല. ചില അഥവാ കിട്ടിയാൽ തന്നെ വിളിക്കുന്ന ഫോൺ ചിലപ്പോൾ ഉസ്താദിൻ്റെ ഫോൺ കണക്റ്റഡ് ആയിരിക്കും. അന്ന് രാത്രി പൊള്ളിച്ച ശേഷം അന്ന് രാത്രി ഒരു 3:30 ഇപ്പോൾ അന്ന് കഥമെല്ലാം തുറന്നിടുന്നു. അപ്പം ഇന്ന് രാത്രി ഞാൻ പെട്ടെന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. ഈ ഒരു വിദ്യാർത്ഥി 4 മാസം മുൻപാണ് ഈ ദർസിൽ ചേർന്നത് അത്രേ. അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ട് ഈ വിദ്യാർത്ഥി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് തൊട്ടടുത്തുള്ള മറ്റൊരു പള്ളിയിൽ കയറി അവിടുത്തെ ആളുകളോട് വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് അവരാണ് ഈ കുട്ടിയെ പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും നാട്ടിലേക്ക് അയക്കുന്നതും പിന്നീട് ഇത് വിഴിഞ്ഞം സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതും വിഴിഞ്ഞം സ്റ്റേഷനിലെ പോലീസ് അത് പിന്നീട് കൂത്തുപറമ്പ് പോലീസിൽ ഇത് കൈമാറുന്നതും. ശരിക്കും എനിക്ക് ഏറ്റവും ഡൗട്ട് വന്നൊരു കാര്യം, 23 വയസ്സുണ്ട് ഈ ഒരു അജ്മൽ ഖാൻ എന്ന മുത്തഅല്ലിമിന്. 26 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഉസ്താദിന്. ഇതെങ്ങനെയാണ് ഈ 23 വയസ്സുള്ള ഒരാൾ 26 വയസ്സുള്ള ഒരു യങ്ങായ ഒരു ദർസ് ഉസ്താദിന്റെ ദർസിൽ എത്തിയത്? ഇത്രയും പ്രായം എങ്ങനെ ഡിഫറൻ്റ് ആയി, ഇത്രയും ചെറിയ പ്രായം മാത്രം എങ്ങനെയായി? പിന്നെ ഉസ്താദിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കറിയില്ല. ഇത് വന്ന വാർത്തക്കു താഴെ വന്ന കമന്റുകൾ മുഴുവനും ഈ മതപണ്ഡിതന്മാരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഒരുപാട് ആളുകൾ പറയുന്നത് ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആ രീതിയിൽ ചെയ്യുന്നതൊന്നും ഒരു ദർസിൽ പോലും ഇങ്ങനെ അടിയില്ല, മദ്രസകൾ ഇങ്ങനെ അടിയില്ല എന്നുള്ളതാണ്. ഒരു കൂട്ടർ ഉസ്താദുമാരെ മുഴുവനും അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ഏതായാലും ഇതിന്റെ വിശദീകരണം എന്താണെന്ന് മാധ്യമപ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ വർഷം മെയ് മാസമാണ് വിഴിഞ്ഞം സ്വദേശിയായിട്ടുള്ള അജ്മൽ ഖാൻ കൂത്തുപറമ്പ് കിനാവയ്ക്കൽ ഇഷ അത്തുലൂലും ദർസിലേക്ക് എത്തുന്നത്. ഇവർ ഈ താനൂർ സ്വദേശിയായിട്ടുള്ള ഉമേർ അഷ്റഫിയുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വാട്സപ്പ് വഴിയുള്ള ഒരു മത കൂട്ടായ്മ വഴിയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. അജ്മൽ ഖാൻ 23 വയസ്സാണ്. ഈ ഉസ്താദായിട്ടുള്ള ഉമേർ അഷ്റഫിക്ക് 26 വയസ്സുമാണ്. ഇവരിങ്ങനെ പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടാണ് ഇയാളുടെ ദർസിലേക്ക് എത്തുന്നത്. പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ദർസുകളിലാണ് ഈ സാധാരണ മതപഠനം നടത്തുക. മദ്രസകൾക്ക് പുറമെ ദർസുകൾ എന്ന് പറയുമ്പോൾ ചെറിയ ദർസുകളായിരിക്കും. ഇവിടെ 8ഓളം വിദ്യാർത്ഥികളായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് അജ്മൽ ഖാൻ പങ്കുവച്ചിട്ടുള്ളത്. പ്രധാനമായും അവരോട് ചോദിച്ചതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ 4 മാസക്കാലം നീണ്ട ഒരു പീഡന കാലമായിരുന്നു എന്നുള്ളതാണ് അജ്മൽ ഖാൻ പറയുന്നത്. ഉസ്താദ് പഠിപ്പിക്കുന്നത് മോശമാണെന്നും ഉസ്താദ് വെറുതെ തല്ലുന്നെന്നും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് അജ്മൽ ഖാൻ പങ്കുവച്ചത് ഉസ്താദ് അറിഞ്ഞു. അതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പീഡനം അജ്മൽ ഖാൻ നേരിട്ടതെന്നാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു, അല്ലെങ്കിൽ മർദ്ദനമായിരുന്നു അദ്ദേഹം ഈ കാലയളവിൽ നേരിട്ടത്. ഈ അജ്മൽ ഖാന് ഉമ്മയോ വാപ്പയോ ഒന്നുമില്ല, 2 സഹോദരങ്ങളാണ് ഉള്ളത്. ഈ ഘട്ടത്തിലും ഇദ്ദേഹത്തിന് വീട്ടിലെ സഹോദരങ്ങളെ വിളിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഫോൺ ഇദ്ദേഹം പിടിച്ചു വെച്ചിരുന്നു. മാത്രമല്ല ഫോണിൽ വിളിച്ചാൽ തന്നെയും ഉസ്താദ് അറിയും എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഫോണ് ഇദ്ദേഹത്തിന്റെ കോളുമായി കണക്ട് ചെയ്തിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് അജ്മൽ ഖാൻ പങ്കുവെക്കുന്നത്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ വിഴിഞ്ഞം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. ഇദ്ദേഹം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്താണ് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ തുടർന്ന് ഈ ദർസിൽ നിന്നും ഇറങ്ങി ഓടുകയും തൊട്ടടുത്തുള്ള മുജാഹിദ് പള്ളിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ആ പള്ളിയിലുള്ളവരാണ് ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്.
ദർസിൽ നമ്മൾ എവിടെ പഠിക്കുകയാണെങ്കിലും ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും വിദ്യാർത്ഥികളെ മർദ്ദിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കണം. അതായത് നമ്മുടെ മക്കളായാലും നാട്ടുകാരുടെ മക്കളായാലും ഒരു പരിധിയിൽ കവിഞ്ഞ് അതിൻ്റെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്ത് കാരണങ്ങൾ ഉണ്ടെങ്കിലും മർദ്ദനമായിട്ട് മാറരുത്, ശിക്ഷണമായിട്ടേ മാറാവൂ, ശിക്ഷ പോലുമായിട്ട് മാറരുത് എന്നുള്ളതാണ്. ഇസ്തിരിപ്പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് തെറ്റിന്റെ പേരിലാണെങ്കിലും നമുക്കത് യോജിക്കാൻ കഴിയില്ല. അത് ഏതിന്റെ പേരിലാണെങ്കിലും നമുക്ക് എങ്ങനെ അത് ശിക്ഷയും ശിക്ഷണവുമായിട്ട് മാറാം? അത് വെറും ഒരു ക്രൂരമായ മർദ്ദനാണ്. ഏതായാലും ആ ഉസ്താദിന് പറയാനുള്ള ന്യായം നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ നിർവാഹം. ഏതായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇനി പോലീസ് അന്വേഷിക്കട്ടെ. ഈ ഒരു വിദ്യാർത്ഥി പറയുന്നത്, ഇതിലിപ്പോ പലരും പറയുന്നത് ഇങ്ങനത്തെ വിദ്യാർത്ഥികള് വഹാബികളാണ്, ഇത് ദർസിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ദർസും ക്ലാസ്സും ശരിയല്ല എന്നുള്ളത് ഈ കുട്ടി മറ്റുള്ളവരോട് പറഞ്ഞതാണ് അത്ര ഉസ്താദിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ദർസുകളിലാണെങ്കിലും മദ്രസകളാണെങ്കിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാരൊന്നും പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് കിട്ടുന്ന ആളുകളല്ല. ഒരുപാട് അറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ല നല്ല ടീച്ചറുടെ, നല്ല അധ്യാപകന്റെ ക്വാളിറ്റി. പഠിപ്പിക്കാൻ ഒരു ട്രെയിനിങ് ഉണ്ട്. ശരിക്കും നമ്മുടെ മതപാഠശാലകളിലൊക്കെ അറബിക് കോളേജുകളിലും ദർസുകളിലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് ഇയാളൊരു അഷ്റഫി ബിരുദമുള്ള ഒരാളാണ്. ശരിക്കും ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ടീച്ചേഴ്സ്മാർക്ക് BEd അതേപോലെ അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇവർക്ക് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് സൈക്കോളജിയും കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഇവരെ ഒരു അധ്യാപകരാക്കി മാറ്റുന്നത്. ഇതേ ഒരു സിസ്റ്റം നമ്മുടെ മതപഠന രംഗത്തും കൊണ്ടുവരണം. ഇപ്പൊ ഈ മദ്രസയിലൊക്കെ ഭയങ്കര അടി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മദ്രസ പഠിച്ചവർക്കൊക്കെ അറിയാം, നല്ല അടിയാണ്, നല്ല അടിക്കണ ഉസ്താദ് നല്ല ഉസ്താദാണ് എന്ന് പറയും. അതിൽ നിന്ന് മാറിയിട്ട് കുട്ടികളെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ഉസ്താദുമാരും ഉണ്ട്. ഈ മദ്രസകളിലൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട് ശരിക്കും, പക്ഷെ അതിനോട് മുഖം തിരിക്കുന്ന ഉസ്താദുമാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ ആ രംഗത്ത് പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്കറിയാം. പലപ്പോഴും മദ്രസകൾക്ക് വേണ്ടിയിട്ട് സമസ്ത ഈ മദ്രസ അധ്യാപകർക്ക് വേണ്ടിയിട്ടൊക്കെ അധ്യാപക ട്രെയിനിങ് വെക്കും. ഈ ട്രെയിനിങ് വെച്ചാൽ പല ഉസ്താദുമാർക്ക് ഇതൊക്കെ ഉണ്ടായിട്ടപ്പോൾ പണ്ടുണ്ടായിരുന്നു, പണ്ടത്തെ ഉസ്താദുമാർ ഈ ഒരു ലെവലാണ്. അവരൊന്നും പുതിയൊരു ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാനോ അത് ഉൾക്കൊണ്ടിട്ട് പഠിപ്പിക്കാനൊന്നും തയ്യാറാവുന്നില്ല. ഫലം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലെ അബദ്ധങ്ങളാണ് പിന്നീട് പല കേസുകളായിട്ട് മാറുക. പലപ്പോഴും ഉസ്താദുമാരുടെ അടി സ്ട്രോങ് ആയിട്ട് എത്രയോ പിള്ളേർ ദർസിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലാഘവത്തോടു കൂടി കണ്ടിട്ട് കാര്യമില്ല. ഇത് ഗൗരവമായിട്ട് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഉസ്താദ് മോശക്കാരാണെന്നൊന്നും പറയാൻ ഞാനാണല്ലോ കേട്ടോ. കാരണം ഞാൻ അതിന്റെ ഉസ്താദിന്റെ ഭാഗം കേൾക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനൊരു പെൻഡിങ്ങിൽ ഇടുകയാണ്. പക്ഷെ ഈ കുട്ടിയുടെ പരാതി ജെനുവിൻ ആണെങ്കിൽ പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തട്ടെ. അതിന്റെ പേരിൽ ഉസ്താദുമാരെ മുഴുവനും കാടടച്ച് അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മദ്രസാ രംഗം ദർസ് രംഗവും ഒക്കെ വളരെ മോശമാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഏതെങ്കിലും വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാർക്കെതിരെ ശിക്ഷയുണ്ടാവണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മഹല്ല് കമ്മിറ്റിക്കാരും നമ്മളൊക്കെ ദർസ് പഠിച്ചിട്ട് പിന്നീട് അറബിക് കോളേജിൽ പോയിട്ട് ബിരുദം വാങ്ങി വരുന്ന ഒരാളെ മദ്രസാധ്യാപകരോ അല്ലെങ്കിൽ ഉസ്താദുമാരെ ദർസൊക്കെ ആക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൈക്കോളജി അടങ്ങുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു 6 മാസത്തെ ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ദേഷ്യം എങ്ങനെ തീർക്കണം, കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങളെ നമ്മൾ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ച് ആ സർട്ടിഫിക്കറ്റും കൂടി പാസ്സായ ആളുകൾക്ക്, ആ സർട്ടിഫിക്കറ്റും കൂടിയുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഫൈസി ആണെങ്കിലും സഖാഫി ആണെങ്കിലും അഷ്റഫി ആണെങ്കിലും ആ ബിരുദം കൊടുക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മത അധ്യാപകരെ വാർത്തെടുക്കാൻ കഴിയും. ഇപ്പൊ മിക്ക മദ്രസകളിലും ബിരുദമുള്ള ആളുകളാണ് ഉസ്താദുമാരായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അത്തരം ബിരുദമുള്ള ആളുകൾക്ക് ഈ ട്രെയിനിങ് അവിടുന്ന് തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക. ഒരു 6 മാസം അതിനു വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന വിഷയത്തോട് കൂടിയിട്ട് അത് ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിന് പാസ്സാവണം. അതിൽ സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരണം, കുട്ടികളുടെ മനഃശാസ്ത്രം കൊണ്ടുവരണം. നമ്മുടെ മുന്നിലേക്ക് പഠിക്കാൻ വരുന്ന മുത്താലിമിങ്ങൾ എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്തെ കുട്ടികളല്ലേ. അവർ റിയൽസിന്റെ അപ്പുറത്ത് റിയൽസിന്റെ കാലത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുടെ മനസ്സറിയുന്ന അധ്യാപകരാവാൻ ശ്രമിക്കണം. പിന്നെ മദ്രസയിലൊക്കെ വരുന്ന ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ഈ ദർസ് പഠനം കംപ്ലീറ്റ് ആക്കാതെ ഒരു കോളേജിൽ നിന്ന് ബിരുദം വാങ്ങാത്ത ആളുകളുണ്ട്. അവരൊക്കെ നിർബന്ധമായിട്ടും ഈ ട്രെയിനിങ് കഴിഞ്ഞ് പാസ്സായ ആളുകൾ മാത്രമേ അധ്യാപകരാക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനത്തെ തന്നെ ആളുകൾ പുച്ഛിച്ചു തള്ളും. ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ഞാനും ഒരു മതബിരുദമുള്ള നിസാമി ബിരുദമുള്ള ഒരാളാണ്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമ്മൾ ദർസിൽ പഠിച്ച ഒരാളാണ്. അവിടെ നിന്നൊന്നും ഒരിക്കലും ഒരു പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല, കിട്ടുകയുമില്ല.
നമ്മൾ മറ്റൊരു മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് മദ്രസ അധ്യാപകർക്ക് സമസ്ത ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാനതിൽ പല തവണ പങ്കെടുത്തിട്ടാണ്, 3 തവണ എങ്ങാനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 3 കാലങ്ങളിൽ ഈ ട്രെയിനിങ്ങുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് അത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും എൻ്റെ ഷെൽഫിൽ മദ്രസയിലെ കുട്ടികൾക്ക് എങ്ങനെ ഒരു നല്ല മദ്രസ അധ്യാപകരെ പഠിപ്പിക്കാമെന്ന് സമസ്ത ഇറക്കിയ ഹാൻഡ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. കൃത്യമായിട്ടത് വായിച്ചു പഠിച്ച ഒരാൾക്ക് നല്ല അടിക്കാത്ത നല്ല അധ്യാപകരാവാൻ കഴിയും. എന്നെ സ്വാധീനിച്ച ഒന്നാണ്. എന്നിലുള്ള നല്ല അധ്യാപകനെ സൃഷ്ടിച്ചത് മദ്രസ രംഗത്ത് കിട്ടിയ നമുക്കുള്ള പരിശീലനങ്ങളാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ അടിക്കാത്തവരല്ല, നമ്മൾ നമ്മുടെ മക്കളെ അടിക്കലുണ്ട്. പക്ഷെ ഇസ്തിരി പെട്ടി എടുത്ത് പൊള്ളിക്കലുണ്ടോ? അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നമ്മൾ മുളക് തേക്കലുണ്ടോ? നമ്മൾ പഠിച്ച കളരി മുഴുവനും മക്കളുടെ മേത്ത് പ്രയോഗിക്കലാണോ? അപ്പോൾ ഇതിന് കൃത്യമായ ട്രെയിനിങ് വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഉസ്താദിൻ്റെ ഭാഗത്തുള്ള ഒരു മറുപടി, ഒരു എക്സ്പ്ലനേഷൻ കിട്ടാൻ നമുക്കിതൊരു പൂർണ്ണമാക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ നേതാവ് ഇന്നലെ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.